ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ടു മൈൻഡ് മസിൽ പുതിയവഴിക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജിം വ്ളോഗ് 4 ആണ് ഇന്ന് പറയാൻ പോണത്. നല്ല ഗ്യാപ്പ് വന്നു. ജിം വ്ളോഗ് 3ന് ശേഷം നല്ല ഗ്യാപ്പ് വന്നു. ഷോയ്ക്ക് ശേഷം ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഗുഡ് ന്യൂസും കുറച്ച് ബാഡ് ന്യൂസ് ഉണ്ട്. അപ്പോൾ അതിൽ ഗുഡ് ന്യൂസ് പറയാം. നമ്മുടെ മുദ്ര ലോണ് പാസ്സായി. അപ്പോൾ മെഷീനറീസൊക്കെ മാറ്റാനുള്ളൊരു ഓട്ടമച്ചലായിരുന്നു. നമ്മുടെ ഉള്ള മെഷീൻസ് കൊടുക്കും വേണം, പുതിയ മെഷീൻസ് വരും വേണം. ഏതൊക്കെയാണ് നമ്മുടെ ജിമ്മിൽ വരുന്ന സാധാരണ ആയിട്ടുള്ള കുട്ടികൾക്കും ആവശ്യമുള്ള രീതിയിലുള്ള എക്യുപ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് എന്താ പറയുക, കമ്പനീസിനെ ഒന്ന് ബന്ധപ്പെടാനുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് അന്വേഷിച്ച് കിട്ടി, നല്ലൊരു ടീമിനെ കിട്ടി. അപ്പോൾ കുഴപ്പമില്ല തോന്നി. എല്ലാ കാര്യങ്ങളും ക്ലിയറായി. അവർ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് മെഷീൻസ് ഇമ്പോർട്ടൻറ്റും കുറച്ച് നാട്ടിൽ വെച്ചിട്ട് ബിൽഡ് ചെയ്യാണ് ചെയ്യുന്നത് നമ്മൾ. അപ്പോൾ മാർച്ച് ലാസ്റ്റ് അല്ലെങ്കിൽ ഏപ്രിൽ ഫസ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും നമുക്ക് മെഷീൻസൊക്കെ എത്തി തുടങ്ങും. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഓട്ടമാച്ചലുണ്ട്. അപ്പോൾ അതിൻ്റേതായ ലോണൊന്നും കൂടി ഒരു കെട്ടും കൂടി അടയ്ക്കേണ്ട ആവശ്യം വന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കണക്കൂട്ടലും എങ്ങനെയൊക്കെ ഫിനാൻഷ്യലൊക്കെ ഒന്ന് നോക്കണമല്ലോ നമ്മൾ. അതിൻ്റെ കോട്ടമച്ചിലായിരുന്നു. ഫസ്റ്റ് എടുത്ത മെഷീൻസിൽ കുറേ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ മാക്സിമം ശ്രമിച്ചിട്ട് നല്ല രീതിയിൽ എടുക്കാനാണ് ശ്രമിക്കുന്നത്. നമുക്ക് ഓൾറെഡി ഇതുവരെ ഈ 3 കൊല്ലത്തിൽ നമ്മൾ ലെഗ് പ്രസ് ഇല്ലാണ്ടാണ് ലെഗിന് വർക്കൗട്ട് ചെയ്ത്, എന്നിട്ടും നമുക്ക് ലെഗൊക്കെ ഇത്ര ഡെവലപ്പ് ചെയ്യാൻ പറ്റി. അപ്പോൾ ലെഗ് പ്രസ്സും കൂടി എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിതി വേറെ ലെവലായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഗോയിങ് വെൽ, ഹാപ്പി. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്ന് പുതിയ റിസർച്ച് കാര്യങ്ങളൊന്നും ഞാൻ ഇപ്രാവശ്യം പറയുന്നില്ല. കാരണം നമുക്കൊരു 5-6 ടോപ്പിക്ക് പറയാനുണ്ട്. അതിൽ നമുക്ക് മുന്നത്തെ വീഡിയോയിൽ കമൻറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ചേട്ടൻ. അതിൻ്റെ മെയിൻ കാര്യം പിന്നെ ഇൻസ്റ്റയിൽ വന്ന മെസ്സേജിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് ബാക്കി ടോപ്പിക്കുകൾ പറയുന്നത്. ഓക്കെ, ഇതിൽ മെസ്സേജിൽ വന്നവർക്ക് ആ കുട്ടികൾക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ മെസ്സേജ് അയച്ചവർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിപ്ലൈ തന്നിട്ടുണ്ട്. കുറച്ച് ലേറ്റായി, ഒരു മാസമൊക്കെ ലേറ്റായി, നല്ല റിപ്ലൈ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടോപ്പിക്ക് വരുന്നത് ആ കമൻറ്റ് ചെയ്ത ചേട്ടനെയാണ്. നമുക്ക് വ്ളോഗ് 3ൽ 40 വയസ്സിന് ശേഷം ആൾക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഫോക്കസ് കിട്ടുന്നില്ല, വർക്കൗട്ട് ചെയ്യുന്ന സമയത്തും ഒരു മോട്ടിവേഷൻ കിട്ടുന്നില്ല, വർക്കൗട്ട് ചെയ്യാനായിട്ടൊരു മോട്ടിവേഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞത്. അതിന് വല്ല സൊല്യൂഷൻ ഉണ്ടോ, അതിന് എന്താണ് പോകാൻ വഴി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊരു ഡോക്ടറല്ല. അപ്പോൾ എന്തൊക്കെ കാരണങ്ങളായിരിക്കാം? ഡിപ്രഷനായിരിക്കാം, സ്ട്രെസ്സായിരിക്കാം, ഫാമിലി മാറ്റേഴ്സ് ആയിരിക്കാം, മെൻ്റലി ഹെൽത്തിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം, ഓവർ തിങ്കിങ് ആയിരിക്കാം, ഉറക്കമില്ലായ്മ ആയിരിക്കാം, ലൈഫ് സ്റ്റൈലായിരിക്കാം. ഇതൊക്കെ ഇതിൽ നമുക്ക് ഓപ്ഷനായിട്ട് പറയാം. നമുക്ക് എന്താണ് കറക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ബ്ലഡ് വർക്ക് എപ്പോഴും ചെക്ക് ചെയ്യാൻ മറക്കരുത്. വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരായാലും ഹെൽത്ത് നോക്കുന്ന ആൾക്കാരായാലും ഫിറ്റ്നസ് നോക്കുന്ന ആൾക്കാരായാലും ബോഡി ബിൽഡേഴ്സ് ആയാലും ബ്ലഡ് വർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്കറിയില്ല നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കണം എന്നുള്ളത്. ബ്ലഡ് പ്രഷർ പോലും ചെക്ക് ചെയ്യാത്ത ഒരുപാട് ബോഡി ബിൽഡേഴ്സ് ഉണ്ട് എനിക്കറിയാവുന്ന ആൾക്കാരിൽ. എപ്പോഴും ശ്രദ്ധിക്കണം. ബ്ലഡ് വർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലഡ് ചെക്കപ്പ് ചെയ്യുക. അതിൻ്റെ കാശ് നിങ്ങൾ നോക്കരുത്. നിങ്ങൾ നോക്കരുത്. വൈറ്റമിൻ D3 ആയിരിക്കാം, പറയാൻ പറ്റില്ല. വൈറ്റമിൻ D3 ഇപ്പോൾ ഒരുപാട് കുറവാണെന്ന് കുറേ സ്റ്റഡീസ് പറഞ്ഞിട്ടുണ്ട്. വൈറ്റമിൻ D3 എടുക്കുന്നത് ആഴ്ചയിൽ ഒരിക്കൽ 60,000 യൂണിറ്റ് വെച്ചിട്ടാണ് എടുക്കാമെന്നാണ് എൻ്റെ ഓർമ്മയിൽ. അപ്പോൾ ഇതൊക്കെ കാരണങ്ങളായിരിക്കാം. പിന്നെ നമ്മുടെ മൈൻഡ് സെറ്റ്, നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗം ഇതിനൊക്കെ ബാധിക്കാം. ചേട്ടനെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഫോക്കസ് ഇല്ലാത്തതും ചിലപ്പോൾ ഇതിൻ്റെ ഭാഗമായിരിക്കാം. പിന്നെ ഭക്ഷണ രീതി, പ്രോട്ടീൻ, കാർബ്, ഫാറ്റ് കറക്റ്റ് എത്തുന്നുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യണം, നല്ലതായിരിക്കും. ഒന്ന് ട്രാക്ക് ചെയ്യാം. ഏജാവും തോറും ഭക്ഷണം വളരെ രീതിയിൽ ട്രാക്ക് ചെയ്യണത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള മാത്രം കൊടുക്കുക. ബോഡിയിൽ കൊളസ്ട്രോൾ ഏജാവും തോറും നമുക്ക് ആവശ്യത്തിന് വേണം. നമ്മൾ ഏജായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്കപ്പ് ചെയ്യുക. വറുത്തത്, പൊരിച്ചത്, ബേക്കറി, ഷുഗറൊക്കെ ഒന്ന് ഒഴിവാക്കുക. ഷുഗർ കണ്ടൻ്റ് ഉള്ളത് കഴിച്ചാലും ഇതുപോലെ നമ്മൾ ഡീമോട്ടിവേറ്റ് ആവാൻ സാധ്യത ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും ശ്രദ്ധിക്കുക. ടെസ്റ്റോസ്റ്ററോൺ കുറയ്ക്കാൻ ഈ ഷുഗർ വളരെയധികം പണിയെടുക്കും. അപ്പോൾ ഷുഗറും ഒന്ന് ഒഴിവാക്കുന്നത് ബെറ്ററായിരിക്കും. പിന്നെ മെഡിറ്റേഷൻ ചെയ്യാമെന്ന് ശ്രദ്ധിച്ച് നോക്ക്. മെഡിറ്റേറ്റ് ചെയ്ത് നോക്ക്. നമ്മുടെ മൈൻഡ് ഒന്ന് ഫോക്കസ് ആകാൻ പറ്റും. അപ്പോൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഫോക്കസ് കിട്ടാൻ സാധ്യതയുണ്ട്. യോഗയും വർക്കൗട്ടും തമ്മിൽ ഭയങ്കര മാച്ചാണ്. നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും ബോഡിക്ക്. പിന്നെ ഫോക്കസ്
ചെയ്യുമ്പോൾ വർക്കൗട്ടിൽ ഫോം കറക്റ്റാണോ നോക്കുക. ചിലപ്പോൾ ഫോം കറക്റ്റായില്ലെങ്കിൽ നമുക്കൊരു ബോഡിയിൽ എഫക്റ്റ് ആണോ നമുക്ക് അറിഞ്ഞില്ലെങ്കിലും ഡീമോട്ടിവേറ്റ് ആവാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇത്ര മാസം നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ട് ബോഡിയിൽ മാറ്റമില്ലെങ്കിൽ അതെന്തുകൊണ്ടായിരുന്നു നിങ്ങളായിട്ട് തന്നെ ഒന്ന് അനലൈസ് ചെയ്യണത് ബെറ്റർ ആയിരിക്കും. പിന്നെ ഒരു വർക്കൗട്ട് പാർട്ട്ണർ ഉണ്ടെങ്കിൽ ഒപ്പം കൊണ്ടുപോവുക. ഞാൻ ചേട്ടൻ നമ്മുടെ ജിമ്മിലൊക്കെ വന്നിട്ടുണ്ട് ചേട്ടൻ, അതുകൊണ്ടാണ് എനിക്ക് അറിയാം ആളെ ഒറ്റയ്ക്കാണ് വർക്കൗട്ട് ചെയ്യണത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതൊക്കെ ഒന്ന്. പിന്നെ എന്താണ്, ഭക്ഷണം ശ്രദ്ധിച്ചോ. ഈ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് ടെസ്റ്റോസ്റ്ററോണൊക്കെ ടെസ്റ്റ് ചെയ്യുക, വൈറ്റമിൻ D3 ഒന്ന് ചെക്കപ്പ് ചെയ്യുക, അതൊക്കെ ഒന്ന് നോക്കി നോക്ക്. വൈറ്റമിൻസും മിനറൽസും കുറവുണ്ടോ കൂടുതലോ ഉണ്ടോ എന്ന് നോക്കിക്കോളൂ. അത് കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഡോക്ടർ പറയുന്നതിനനുസരിച്ചിട്ടുള്ള വൈറ്റമിൻസ് എടുക്കണം. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ട്ടാ. അപ്പോൾ രണ്ടാമത്തത് മാസ് ഗെയിനറിനെ കുറിച്ചിട്ടാണ്. ആളുടെ എന്തായിരുന്നു മെസ്സേജ്, മാസ് ഗെയിനർ ആൾക്ക് ബൾക്ക് ചെയ്യാനാണ് തോന്നുന്നു പറഞ്ഞത്. അപ്പോൾ മാസ് ഗെയിനർ എത്ര സ്കൂപ്പാണ് എടുക്കേണ്ടത് അങ്ങോട്ടാണ് ചോദിച്ചിരുന്നത്. ഞാൻ മാസ് ഗെയിനർ എന്ന് മാത്രമേ ടോപ്പിക്കിൽ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഓരോ സപ്ലിമെൻറ്റുകൾ അല്ലെങ്കിൽ ഓരോ ബ്രാൻഡ് ഓരോ തരത്തിലാണ് മാസ് ഗെയിനർ എടുക്കുന്നത്. ഇപ്പോൾ ഇത് പ്രോട്ടീൻ ആണെങ്കിൽ ഇവരുടെ കണ്ടൻറ്റും ഇവരുടെ സെർവിങ്ങും എല്ലാം വ്യത്യാസം ഉണ്ടായിരിക്കും. ഇവരുടെ ഓരോ സ്കൂപ്പിലുള്ള പ്രോട്ടീൻ്റെ അളവ്, കാർബിൻ്റെ അളവ്, ഫാറ്റിൻ്റെ അളവ്, കാലോറി എല്ലാം വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ മാസ് ഗെയിനർ കെവിൻ ലെവറോൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാസ് ഗെയിനറാണ്. ഞാൻ എടുത്തിട്ടില്ല. എനിക്കിപ്പോൾ വരുമാന പ്രശ്നക്കാരൻ ഒരു മാസമായിട്ട് വേ പ്രോട്ടീൻ ആയാലും മാസ് ഗെയിനർ ഒന്നും എടുത്തിട്ടില്ല ഞാൻ. ഓക്കെ, ഇത് നമ്മുടെ സ്റ്റാഫ് കുട്ടികളുടെ ആണ്, 2 പേര് ഷെയർ ചെയ്തെടുത്താണ്. അപ്പോൾ ഇതിൽ 2 സ്കൂപ്പ് എടുത്താലാണ് ഒരു സെർവിങ് വരുന്നത്. ഓക്കെ, 2 സ്കൂപ്പ് എന്ന് പറയുന്നത് 100 ഗ്രാമാണ്. 100 ഗ്രാമിൽ 357 കലോറി, 3 ഗ്രാം ഫാറ്റ്, 60 ഗ്രാം കാർബ്, 30 ഗ്രാം പ്രോട്ടീനാണ് ഇരിക്കുന്നത്. ഓക്കെ, ബാക്കി കുറേ സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ക്രിയേറ്റിനൊക്കെയാണ്. ക്രിയേറ്റിൻ, പിന്നെ ടോറിൻ, L-ആർജിനിൻ, HMB ഒക്കെ ഉണ്ട് ഇതിൽ. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ അവരിപ്പോൾ ഹൈപ്പോട്രോഫി ഫേസ് അല്ലെങ്കിൽ ബൾക്കിംഗ് ഫേസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, എൻ്റെ കുട്ടികൾ. അപ്പോൾ അവർ ബൾക്കിംഗ് ഫേസ് ചെയ്യുമ്പോൾ അവർക്ക് എക്സ്ട്രാ 357 കലോറിയാണ് അതിൽ കിട്ടുന്നത്. അപ്പോൾ അവരുടെ ഭക്ഷണം, ഇപ്പോൾ എക്സാമ്പിൾ അവരിപ്പോൾ 2000 കലോറിക്കുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത്. അവർക്ക് ബൾക്കിംഗ് ഫേസ് ആണ്. അപ്പോൾ അവർ 2300 കലോറി കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇതുപോലെ ഇവർ 2000 കലോറി എത്തുന്നുള്ളൂ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇത് ഒരു സെർവിങ് എടുത്താൽ മതി. മനസ്സിലായോ? ഇനി ഇപ്പോൾ അവരെടുക്കുന്ന ഭക്ഷണത്തിൽ 1700 കലോറി അവർക്ക് എത്തുന്നുള്ളൂ. ബാക്കി ഭക്ഷണം കഴിക്കാനൊരു സാഹചര്യം ഇല്ല, അല്ലെങ്കിൽ സമയമില്ല. അങ്ങനെയാണെങ്കിൽ അവർ 2 സെർവിങ് എടുക്കണം. അപ്പോൾ മോർണിംഗ് ഞാൻ പറയും ഒരു സെർവിങ് എടുക്കാൻ, ഈവനിങ് ഒരു സെർവിങ് കൂടെ എടുക്കാൻ പറയും. 2 നേരം വെച്ച് സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കാൻ പറയും. അപ്പോൾ എന്തുണ്ടാവും, 357 + 357 എത്രയാണത്? ഏകദേശം 700-ന് മേലെ കലോറി എത്തി. അപ്പോൾ അവർക്ക് ബൾക്കിങ്ങിനുള്ള ഒരു ദിവസത്തെ എനർജി കിട്ടി. 2300 2400 കലോറി എത്തി. ഞാൻ പറഞ്ഞ പോയിന്റ് പിടികിട്ടി കാണുമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഇപ്പോൾ എന്നോട് ചോദിച്ചിട്ട് മാസ് ഗെയിനർ ഇത്ര സെർവിങ് അല്ലെങ്കിൽ ഒരു സ്കൂപ്പ് കഴിച്ചാൽ മതി പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവില്ല. അത് നിങ്ങളായിട്ട് തന്നെ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ കോച്ചിനോടോ നിങ്ങളുടെ ട്രെയിനറിനോടോ ചോദിക്കുക, എനിക്ക് ഇത്ര കലോറി എങ്ങനെയാണ് അറിയുക, എനിക്ക് വേണ്ട കലോറി എത്രയാണ്, എനിക്ക് വേണ്ട ഭക്ഷണം എത്രയാണ്, ഇതിൽ എനിക്ക് ഇത്ര ഗ്രാം പ്രോട്ടീൻ കിട്ടുന്നുള്ളൂ, എനിക്ക് എക്സ്ട്രാ എത്ര വേണം, അല്ലെങ്കിൽ ഇത്ര കലോറി കയറുന്നുള്ള എക്സ്ട്രാ എത്ര കഴിക്കണം, എന്തൊക്കെയാണ് കഴിക്കേണ്ടത് എന്ന് വെച്ചാൽ അവർ പറഞ്ഞു തരേണ്ടതാണ്. ഓക്കെ, അങ്ങനെയാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു സ്കൂപ്പ് മാസ് ഗെയിനർ വാങ്ങിയിട്ട് കഴിച്ചു വെച്ചിട്ട് നമ്മൾ ബൾക്കാവണമെന്നില്ല. നമ്മുടെ ഡെയിലി കലോറി ഇൻടേക്ക് എത്ര അതിനനുസരിച്ച് കഴിച്ചാലാണ് നമ്മൾ ബൾക്കാവുന്നത്. യൂസ് യുവർ ബ്രെയിൻ. ഓക്കെ, ഇനി അടുത്തത് ബ്ലാക്ക് റൈസിൻസ് കട്ടിങ്ങിൽ കഴിക്കണം നല്ലതാണോ എന്ന് ചോദിച്ചു. ആൾ 10 എണ്ണം കട കഴിക്കാനാണ് പറഞ്ഞത്ര ട്രെയിനർ. ആൾ 20 എണ്ണം കഴിച്ചു. അത് പ്രശ്നമാവുന്നതാണ് എന്നോട് ചോദിച്ചത് തോന്നുന്നു. അപ്പോൾ എനിക്കത് പറയാനുള്ളത് സെയിം കാര്യം. നമ്മുടെ കാലോറി ഇൻടേക്ക് അനുസരിച്ചിട്ട് നമുക്ക് ലീൻ ആണോ, ലീൻ ബൾക്കാണോ, കട്ടിങ് ആണോ, ബൾക്കിംഗ് ആണോ, ഹൈപ്പോട്രോഫി ആണോ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, കാലോറി ഇൻടേക്കിന് വളരെ ഇമ്പോർട്ടൻസ് ആണ്. സെയിം കാര്യം, കട്ടിങ് ആണോ കലോറി ഡെഫിസിറ്റ്, ബൾക്കിംഗ് ആണോ കലോറി സർപ്ലസ്. ഇതിന് ഇനിയും എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ ക്രിയേറ്റിൻ എന്നോടിപ്പോൾ കുറേ പേരെ 2-3 പേരെ ചോദിക്കുന്നു ക്രിയ പ്യൂറ അങ്ങനെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മസിൽ ബ്ലേസിൻ്റെ ഒരു സാധനം വന്നിട്ടുണ്ട്. എനിക്കതിൻ്റെ ന്യൂട്രീഷൻ കാര്യങ്ങൾ അറിയില്ല. ഞാൻ നോക്കിയിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറയാം. ക്രിയേറ്റിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യും, മസിൽ ബിൽഡ് ചെയ്യും, നമ്മുടെ ബോഡിയിലത്തെ വാട്ടർ ഇൻടേക്ക് മസിൽസിലേക്ക് എത്തിക്കും, സ്ട്രോങ് ആക്കും, IQ ലെവൽ കൂടും. പ്രായമുള്ളവർക്ക് പുറം സ്ഥലത്തൊക്കെ കൊടുക്കുന്നുണ്ട്, കുട്ടികൾക്കും കൊടുക്കുന്നുണ്ട്, അത്ലറ്റ്സിന് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ മാത്രം ഇതിന് ഭയങ്കര പേടിയാണ്. പിന്നെ വെള്ളം നന്നായി കുടിക്കണോ ഇത് ക്രിയേറ്റിൻ കഴിച്ചതിന് ശേഷം എന്ന് ചോദിക്കാറുണ്ട്. ക്രിയേറ്റിൻ കഴിച്ചതിന് ശേഷം അല്ല വെള്ളം കുടിക്കേണ്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്.
നോർമലി വെള്ളം കുടിക്കുന്ന, നല്ല രീതിയിൽ ഒരു ദിവസം വേണ്ട വെള്ളം കുടിക്കുന്ന ഒരാളാണ്, 3 ലിറ്ററിന് മേലെ WHO പറയുന്നുണ്ട്, ഇല്ലെങ്കിൽ 20 കിലോന് 1 ലിറ്റർ വെച്ച വെള്ളം കുടിക്കുന്ന ഒരാളാണെങ്കിൽ, സ്ഥിരമായിട്ട് കഴിച്ചു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആൾക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ക്രിയേറ്റിൻ കഴിക്കാൻ കുഴപ്പമില്ല. അല്ലാണ്ട് ക്രിയേറ്റിൻ കഴിച്ചതിന് ശേഷം വെള്ളത്തിന് ശ്രദ്ധിച്ചാൽ അത് ഒരു ഹെൽത്ത് കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ, പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതാണ് ക്രിയേറ്റിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ 3 to 5 ഗ്രാം വരെ കഴിക്കണതിന് യാതൊരു പ്രശ്നവുമില്ല. നോർമലി 3 ഗ്രാമാണ് എല്ലാ സ്കൂപ്പിലും വരുന്നത്. അപ്പോൾ 83 സർവിങ് ആണ് നോർമൽ പാക്കറ്റിൽ വരാറുള്ളത്. അത് ഒരു ക്രിയേറ്റിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 to 2 ആഴ്ച വരെ ഗ്യാപ്പ് ഇടുക, എന്നിട്ട് വീണ്ടും കഴിക്കാൻ ശ്രമിക്കുക. വർക്കൗട്ടിന് ശേഷം കഴിക്കുന്ന ആൾക്കാർക്കാണ് കുറച്ചും കൂടി ബെനിഫിറ്റ് എന്ന് പറയുന്നു. 1% വരെ റിസൾട്ട് വന്നിട്ടുണ്ടെന്ന് ബോഡി ബിൽഡിങ് ഫീൽഡിലൊക്കെ ഈ ഡാറ്റാബേസ് ഇറക്കിയവർ പറഞ്ഞിട്ടുണ്ട്. മെറ്റാ അനാലിസിസ് ഇറക്കിയവർ പറഞ്ഞിട്ടുണ്ട്. വർക്കൗട്ടിന് ശേഷം ക്രിയേറ്റിൻ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് പുതിയ റിസർച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കഴിക്കാൻ ശ്രമിക്കുക, അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്തത് പീനട്ടാണോ പീനട്ട് ബട്ടറാണോ ലീൻ ബൾക്കിന് ആവശ്യം? സെയിം കാര്യം, കലോറി ഇൻടേക്കാണ് ഘടകം. ഇനി ലീൻ ബൾക്കാണ് ഉദ്ദേശിക്കുന്നത് മെയിൻ്റനൻസ് കലോറിയിൽ പോവുക, കാർബ് പ്രോട്ടീൻ ഫാറ്റിനെ പ്രയോറിറ്റി കൊടുക്കുക, അതിനനുസരിച്ച് കണ്ടിന്യൂ ചെയ്ത് പോവുക. അതിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കയറ്റാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഹെൽത്തി ഫുഡുകൾ കയറ്റാൻ ശ്രമിക്കുക, കലോറി നിങ്ങൾക്ക് വേണ്ട കലോറിയുടെ ഉള്ളിൽ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുക. ലോങ് ടേം ആണ് ലീൻ ബൾക്ക്. നിങ്ങൾ അതിനെക്കാട്ടും ബെറ്റർ 12% ബോഡി ഫാറ്റ് വെച്ചിട്ട് ഏകദേശം 12% അങ്ങോട്ടും ഇങ്ങോട്ടോ, അല്ലെങ്കിൽ ഒരു 50% എടുത്തോ, 50% ബോഡി ഫാറ്റ് വെച്ചിട്ട് നിങ്ങൾ അങ്ങനെ മസിൽ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ബുദ്ധിമുട്ടാണ്, എന്താ ബുദ്ധിമുട്ടില്ലാത്തത്? എല്ലാ കാര്യവും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ അത്രയും നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ, നിങ്ങൾ ബുദ്ധിമുട്ടാൻ തയ്യാറാണെങ്കിൽ ധൈര്യമായിട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ പീനട്ട് ബട്ടർ ഏതാ വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം. ഞാനിപ്പോഴും പീനട്ട് കഴിക്കുന്നുണ്ട്, കട്ടിങ് സമയത്തും പീനട്ട് യൂസ് ചെയ്തിരുന്നു. എൻ്റെ കാലോറിയിൽ വരുന്ന രീതിയിലാണ് ഞാൻ കഴിച്ചിരുന്നത്. ഓക്കെ, 32 ഗ്രാമിൽ 100 സംതിങ് കാലോറി അങ്ങോട്ടല്ല വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ കഴിച്ചിരുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് സാധനം, ഒരു സെറ്റിൽ എത്ര റെപ്പ് ചെയ്യണം? അത് നിങ്ങളുടെ ഗോൾ അനുസരിച്ചിട്ടാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾ സ്ട്രെങ്ത് ട്രെയിനിങ് ആണോ, നിങ്ങളൊരു 5 to 8 റെപ്പ് റേഞ്ച് വരെ ചെയ്യാം. ഇനി നിങ്ങൾ മസിൽ ബിൽഡിംഗ് ആണോ, ഹൈപ്പോട്രോഫി ആണോ, നിങ്ങൾക്ക് 8 to 12 വരെ ചെയ്യാം. ഇനി എൻഡുറൻസ് ആണോ, 12+ ചെയ്യാം. ഇനി നിങ്ങൾ എടുക്കുന്നത് ഹൈപ്പോട്രോഫി ആണെങ്കിലും സ്ട്രെങ്ത് ട്രെയിനിങ് ആണെങ്കിലും 1 rep മാക്സിൻ്റെ 80% വെയിറ്റ് എടുത്തിട്ടാണ് കണ്ടിന്യൂ ചെയ്ത് വർക്കൗട്ട് ചെയ്ത് പോകേണ്ടത്. അപ്പോൾ സ്ട്രെങ്ത് ട്രെയിനിങ് ആകുമ്പോൾ ഒരു 6 വീക്ക് കൂടുമ്പോൾ നിങ്ങൾക്ക് ഹെവി വെയിറ്റ് എടുത്തിട്ട് PR നിങ്ങൾക്ക് നോക്കാം. ഇനി 1 rep മാക്സ് എടുക്കാൻ ഞാൻ ബിഗിനേഴ്സിനോടായാലും ഇൻ്റർമീഡിയറ്റ് ആയാലും ഞാൻ പറയാറില്ല, എടുക്കാൻ ശ്രമിക്കാറുമില്ല. മിക്കവർക്കും പേടിയുള്ള കാര്യമാണ്, റിസ്ക് എടുക്കാൻ തയ്യാറില്ല. അത് നല്ല കാര്യമാണ്, ഞാൻ ഇല്ലയെന്നൊന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങൾ 1 rep മാക്സ് എങ്ങനെ നോക്കണം? വെയിറ്റ് എടുക്കാൻ പേടിയുള്ള ഒരാളാണെങ്കിൽ എങ്ങനെ 1 rep മാക്സ് നോക്കും? ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന വെയിറ്റ് മാക്സിമം നിങ്ങൾക്ക് ഇപ്പോൾ അവനെ 1 rep മാക്സ് ഒരു എക്സാമ്പിൾ, ഒരാൾക്ക് 20 കിലോനാണ് 1 rep മാക്സ് വേണ്ട ഡെഡ് ലിഫ്റ്റ് ആക്കാൻ നമുക്ക്. ഓക്കെ, 100 കിലോനാണ് ഡെഡ് ലിഫ്റ്റിൽ അവനെ പൊക്കാൻ പറ്റുന്നത്. ആ കുട്ടിക്ക് ഒരു 8 എണ്ണം വെച്ചിട്ട് പോകുന്നുള്ളൂ, 9ാമത്തെ എത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഒന്നെങ്കിൽ അതിന് 1 rep മാക്സിൻ്റെ ആപ്പൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഗൂഗിളിൽ വെറുതെ 1 rep മാക്സ് 1 rep മാക്സ് കാൽക്കുലേറ്റർ അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും സാധനം. അപ്പോൾ അതിൽ 100 കിലോ, എത്ര പറഞ്ഞു ഞാൻ, 8 എണ്ണം 10 എണ്ണം 100 കിലോനെ 8 എണ്ണം വെച്ചെടുത്തു. ആൾക്ക് അത്രേ പോകുള്ള മാക്സിമം. അപ്പോൾ 100 കിലോ വെയിറ്റിൻ്റെ അവിടെ 100 കിലോ ടൈപ്പ് ചെയ്തു, 8 എണ്ണം റെപ്പ് റേഞ്ച് ടൈപ്പ് ചെയ്തു, കാൽക്കുലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ 1 rep മാക്സ് കിട്ടും. ഈ 1 rep മാക്സിൻ്റെ 80% വെയിറ്റ് എടുത്തിട്ട് നിങ്ങളൊരു 4 to 6 വീക്ക് വർക്കൗട്ട് ചെയ്ത് പോവുക. അത് നിങ്ങളുടെ റെപ്പ് റേഞ്ച്, ഞാനൊക്കെ എടുക്കുന്നത് 6 ആണ്. ഇപ്പോൾ 8, 10 വരെ പോയാലും കുഴപ്പമൊന്നുമില്ല എൻ്റെ അഭിപ്രായത്തിൽ, നിങ്ങളുടെ ക്യാപ്പബിലിറ്റി അനുസരിച്ചിട്ട്. അല്ലെങ്കിൽ ഓരോ സെറ്റിൽ നിങ്ങൾക്ക് എണ്ണം കുറച്ചും വരാം. ഓക്കെ, അങ്ങനെ ചെയ്തിട്ട് 6 വീക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ 1 rep മാക്സിൻ്റെ കുറച്ച് കൂടുതൽ വെയിറ്റ് ഇട്ട് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ 100 കിലോ എടുക്കുന്ന ആളാണെങ്കിൽ ഒരു 120 ഇട്ടിട്ട് അടിച്ചു നോക്കുക. സെയിം 9 എണ്ണം പോകുന്നുണ്ടെങ്കിൽ എന്തായി, പ്രോഗ്രസ്സായി നിങ്ങൾ. ഓക്കെ, കാര്യം പിടികിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. എക്സ്പ്ലെയിൻ ചെയ്തത് കറക്റ്റായി എന്നൊക്കെ തോന്നുന്നു. ഇല്ലെങ്കിൽ കമൻറ്റിൽ ഇടുക, ഒന്നും കൂടി പറയുന്നതായിരിക്കും. ഓക്കെ, ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട്. ഇവിടെ വരുന്ന എൻ്റെ ജിമ്മിൽ വരുന്ന ചേട്ടന്മാരും ബ്രദേഴ്സും എൻ്റെ കുട്ടികളും പറയാറുണ്ട്, 1 rep മാക്സ് അങ്ങോട്ട് മനസ്സിലാവുള്ളൂ, 1 rep മാക്സിൻ്റെ 80% എന്താ സംഭവം മനസ്സിലാവുള്ളത് പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറയണത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ
ഇന്നത്തെ ടോപ്പിക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് ധൃതി പിടിച്ചിട്ടാണ് പറഞ്ഞതെന്നറിയാം. കാരണം കുറേ നാൾക്ക് ശേഷമാണ് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച് ഇപ്പോഴാണൊന്ന് പറ്റിയത്. ക്ഷമിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എപ്പോഴേലൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ടോപ്പിക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്. കണ്ടൻറ്റൊക്കെ നല്ലതാണെന്ന് വിചാരിക്കുന്നു. അനാവശ്യമായിട്ടുള്ള കണ്ടൻറ്റൊന്നും ഇടാണ്ടിരിക്കാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അഭിപ്രായം കമൻറ്റിൽ ഇടാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.